ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. അതുപോലെ വീഡിയോ ക്ലിയർ അല്ലേ? Yes. അപ്പോ നമ്മുടെ മോർണിംഗ് സർക്കിള് അങ്ങനെ നമ്മുടെ 150 കടന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഓരോ പ്രഭാതവും കൂടുതൽ ഉന്മേഷമുള്ളതാക്കാനും നമുക്ക് ഊർജം പകരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ഈ ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഈ അവസരത്തിൽ മൂന്നാമതൊരു ക്ലാസ് എടുക്കാൻ കൂടി അവസരം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവരോടുള്ള നന്ദി അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഫൈസൽ സാറ്, പിന്നെ ഞങ്ങളുടെ ട്രെയിനേഴ്സ് ടോക്കിലെ നമുക്ക് എല്ലാവിധ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഊർജം തരുന്ന നമ്മുടെ അർച്ചന മാം, ട്രെയിനേഴ്സ് ടോക്കിന്റെ ഈ മോർണിംഗ് സർക്കിളിന്റെ എല്ലാമായ നമ്മുടെ സജന മാം, പിന്നെ നമ്മുടെ സേവേച്ചിലെ ഷെജില മാം, അങ്ങനെ ഓരോരുത്തരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം പറയാം. പിന്നെ ഇതില് ഈ സമയത്ത് ഓർക്കൊഴിച്ച് ഈ ക്ലാസ്സിന് എല്ലാവിധ പിന്തുണയും നൽകി ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ടവര്. അപ്പോ കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. നിങ്ങൾ ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേറ്റ് ടു ലീഡ്. അതായത് നമുക്കറിയാം, കുറച്ചുകൂടി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് എന്താ പറയാ, എന്റെ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആ കുറച്ചുകൂടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഞാൻ ആ പറയുന്ന ഇത് അപ്പുറത്തുള്ള ആൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി നന്നായിട്ടൊന്നു എൻ്റെ ഇതും ക്ലിയർ ആയിരുന്നെ, ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റിയേനെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീഡ്, കമ്മ്യൂണിക്കേറ്റ് ടു ലീഡ് എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആ കമ്മ്യൂണിക്കേഷനിലാണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. നമ്മൾ എത്ര നോളജ് ഉണ്ടോ, എന്ത് കാര്യങ്ങളും അറിയും എന്നുള്ളതിനപ്പുറത്ത് അറിയുന്ന കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് മറ്റുള്ളവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്. നമ്മുടെ കരിയർ ലൈഫിലാണെങ്കിലും അതല്ല പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, നമ്മൾക്ക് നമ്മുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഹൗ പ്രോപ്പർ വി ആർ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. അപ്പോ അതിനൊരു ചെറിയ ഉദാഹരണം പറയാണ്. ഇപ്പോ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ആപ്പിളിന്റെ ഫൗണ്ടർ ആരെന്ന് വെച്ചാൽ എന്താ പറയാ, അറിയുന്നവരൊന്ന് പറഞ്ഞേ. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ആപ്പിൾ കമ്പനി? നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പേര്. അതെ, സ്റ്റീവ് ജോബ്സ് റോക്ക് സ്റ്റാർ പറഞ്ഞ പോലെ സ്റ്റീവ് ജോബ്സ്. അതെ, സ്റ്റീവ് ജോബ്സ്. അതെ. അപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാം. സ്റ്റോറി അല്ല, സ്റ്റീവ് ജോബ്സ് ആണ് എല്ലാവരും പറയുന്നത്. അർച്ചന പറഞ്ഞു. നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്ന പേര് സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിൾ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ. സത്യത്തിൽ ആപ്പിൾ കമ്പനി ഫൗണ്ട് ചെയ്തത് സ്റ്റീവ് ജോബ്സ് മാത്രമല്ല, 3 പേരാണ്. സ്റ്റീവ് ജോബ്സ് ഉണ്ട്, സ്റ്റീവ് വോസ്നിയാക്ക് ഉണ്ട്, റൊണാൾഡോ വെയിൻ ഉണ്ട്. അതെ, റൊണാൾഡോ വെയിനും ഉണ്ട്. അപ്പൊ ഇവര് 3 പേര് ചേർന്നാണ് ഇങ്ങനെ ഒരു കമ്പനിക്ക് രൂപം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് സ്റ്റീവ് ജോബ്സിന്റെ ആണ്. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടി ടെക്നിക്കലായിട്ട് ഒരുപാട് വലിയ സംഭാവന ചെയ്ത വ്യക്തിയാണ് സ്റ്റീവ് വോസ്നിയാക്ക് എന്ന് പറയുന്നത്.
1976 ആപ്പിൾ കമ്പനിയുടെ ഫസ്റ്റ് ആപ്പിൾ വന്നൊരു കമ്പ്യൂട്ടർ പുറത്തിറക്കുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത വ്യക്തിയാണ് സ്റ്റീവ് വോസ്നൈസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഷൈ പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ വീക്കായിരുന്നു. സ്റ്റീവ് ജോബ്സിനേക്കാളും ടെക്നിക്കലായിട്ട് ധാരാളം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു സ്റ്റീവ് വോസ്നൈസ്. പക്ഷേ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തന്റെ മാർക്കറ്റ് ചെയ്യാനും വളരെ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ സ്റ്റീവ് ജോബ്സ് ആയിരുന്നു മുന്നിൽ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആപ്പിൾ കമ്പനി എന്ന് പറയുമ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ യെസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ടു ദ സക്സസ്. അതില്ലാതെ നമ്മൾ എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ വി ഡോണ്ട് നോ ഹൗ ടു പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് എന്നാണെങ്കിൽ, ഇപ്പോ നമ്മളൊരു ജോലിക്ക് പോയാൽ തന്നെ അവിടെ അവർ ചെക്ക് ചെയ്യുക എത്രത്തോളം നിങ്ങൾ അവിടുത്തെ കൊളീഗ്സുമായിട്ട്, നിങ്ങളുടെ കോവർക്കേഴ്സുമായിട്ട്, എല്ലാവരുമായിട്ടും എങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എത്ര പെർഫോം ചെയ്താലും. ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയി, നല്ല പ്രാക്ടിക്കൽ സെഷനൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷെ ജോലി കിട്ടില്ല അദ്ദേഹത്തിന്. അതിനവര് പറഞ്ഞത് ടെക്നിക്കലായിട്ട് ആൾ ഓക്കെ ആയിരുന്നു, ബട്ട് ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ്സ് ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇറ്റ്സ് നോട്ട് ഇനഫ് ടു it's not enough to communicate with his colleagues or the team. അപ്പോൾ ടീമായിട്ട് ഇപ്പോഴും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം. അതുപോലെ നമ്മളുടെ കമ്പനിയുടെ കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇതാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒരു വലിയൊരു ഘടകമാണ്. അതില്ലാതെ കമ്പനിക്കും അതുപോലെ നമുക്കാണെങ്കിലും അവിടെ ഒരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, 7 പോയിന്റ്സ് ഉണ്ട്. ആ 7 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ചില ടിപ്സും ഉണ്ട്, ചെറിയ ചെറിയ ടിപ്സ്. അതുകൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ 7 പോയിന്റ്സും കഴിഞ്ഞ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മുടെ വർക്ക് സ്പേസിൽ 20% നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോ അതുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് സ്പേസിൽ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമ്മളുടെ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ഇംഗ്ലീഷാണ്, നമ്മളുടെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുക, അതല്ലെങ്കിൽ കുറെ വൊക്കാബുലറീസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് വേണ്ടത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തില് ഇതൊന്നുമല്ല. നമ്മള് ചിലപ്പോ ഒരു പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കാത്തൊരു പോയിന്റാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ പലർക്കും അറിയും, പക്ഷെ പലർക്കും അറിയാത്തൊരു പോയിന്റാണ് നമ്മളുടെ ബിൽഡ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ള കാര്യമാണ്. നമ്മള് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഹോൾ പ്രോസസ്സാണ്, ഒരു വൺ സൈഡ് അല്ല, അത് 2 സൈഡാണ്. അവിടുന്ന് ഇങ്ങോട്ട്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ തിരിച്ചിങ്ങോട്ടും. ആ പറയുന്നത് പറയാന്ന് മാത്രമല്ല, പറയുന്ന ആളെ കേൾക്കുക കൂടി വേണം. അപ്പൊ ബിൽഡ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫുൾ അറ്റൻഷൻ കൊടുക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതുപോലെ അവർ പറയുന്നത് ഒബ്സർവ് ചെയ്യുക, അവരായിട്ടൊരു ഐ കോണ്ടാക്ട് ബിൽഡ് ചെയ്യുക. പിന്നെ അവര് സംസാരിക്കുമ്പോൾ അതിനൊരു അഫർമേഷൻ കൊടുക്കുക, നമ്മൾ തലയാട്ടി കൊടുക്കുക, അതിനനുസരിച്ച് യെസ് പറയുക. അതുപോലെ നമ്മളെ കേൾക്കുന്ന ആൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം, ഇങ്ങനെ ആള് നമ്മളെ കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു കുറച്ച് കൂടി നമ്മൾ ആ കോൺവെർസേഷനിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് കേട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് ആളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക.
അപ്പൊ ആൾക്ക് തന്നെ ഒരു ഫീൽ വരും, ഞാൻ പറഞ്ഞതൊക്കെ ആൾ കേൾക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീൽ വരും. പറയുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റഡ് ആണ്, അവിടെ ഒരു കോൺവെർസേഷനിൽ ഒരു ട്രസ്റ്റും അതുപോലെ നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനും അതൊരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസ്റ്റർ യുവർ ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. നമ്മളിപ്പോ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും പോക്കറ്റിൽ വെച്ച് ക്ലാസ് എടുക്കാതെ നമ്മൾ മൂവ്മെന്റ് എടുക്കുക. ഒരു സ്ഥലത്ത് നിന്ന് ക്ലാസ് നമ്മ പരമാവധി ഫ്രീഡം കൊടുക്കുക. നമ്മുടെ അവിടെ ഒരേ ഒരു സ്ഥലത്ത് നിൽക്കാതെ ആ സ്റ്റേജ് അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അത് പരമാവധി യൂസ് ചെയ്യുക. എന്നിട്ട് പരമാവധി കാണികളിലേക്ക് അടുത്ത് പോകാൻ ശ്രമിക്കുക. എന്നിട്ട് ആദ്യ പരിപാടി തുടങ്ങാനായിട്ട് മുമ്പ് തന്നെ നമ്മൾ ആളുകളായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കംഫർട്ട് ഉള്ള ആളുകളിലേക്ക് ഒന്ന് എത്താൻ ശ്രമിക്കുക. എന്നിട്ട് അവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അങ്ങനെ നമുക്ക് പരമാവധി ഇങ്ങനെ മൂവ്മെന്റ് കൊടുത്താൽ ഈ നിന്ന് പോക്കറ്റിലായിട്ട് നിൽക്കണേക്കാളും നമ്മളുടെ ഫിയർ ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോ നമുക്ക് മൂവ്മെന്റ് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം നമ്മൾ റിലാക്സ്ഡ് ആവും. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കംഫർട്ട് ഉണ്ടാവും. പിന്നെ കൈ ഇങ്ങനെ ക്ലോസ് ആയി വെക്കാതെ കുറച്ച് ഫ്രീ ആയിട്ട് ഇടുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പൊ ഈ ഒരു ബോഡി ലാംഗ്വേജിൽ നമ്മളിപ്പോ എന്ത് പറയുമ്പോ ഇങ്ങനെ വെച്ചാൽ അവിടെ അർത്ഥം വരുന്നത് നമ്മൾ അവിടെ അവരെ മേലൊരു ഡോമിനന്റ് വെച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ആ സ്ഥാനത്ത് കുറച്ച് കൈ തിരിച്ച് ഇങ്ങോട്ടാക്കണമെങ്കിൽ അതിനർത്ഥം വരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനാണ്, എന്തും ഇങ്ങോട്ട് പറയാമെന്നുള്ള ഒരു ഫീലാണ് വരുന്നത്. ആകുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് നമ്മളിലേക്ക് അടുക്കാനുള്ള ഒരു ഫീൽ വരും. പിന്നെ പോലെ അടിപൊളിയാണ്, സൂപ്പറാണ് അങ്ങനത്തെ ഒക്കെ ഒരു ഓർക്കുമ്പോൾ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഇത് കിട്ടും. ക്ലിയർ ആണോ അല്ലേ? യെസ്, ക്ലിയർ ആണ്. അതെ. ഇടയിൽ വീഡിയോ മിസ്സായിരുന്നു. ഇല്ല കുഴപ്പമില്ല. അതെ. അപ്പോ അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ടാവും. നമ്മൾ പരമാവധി കൈകെട്ടി നിൽക്കാതെ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് പരമാവധി യൂസ് ചെയ്യുക, നമ്മളെ സ്റ്റേജ് യൂസ് ചെയ്യുക. അപ്പോ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ നമ്മളുടെ ഫിയർ ഒക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി കേൾക്കുന്നവർക്കും അതിന്റെ ഒരു നല്ല ഇൻട്രസ്റ്റോട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്ലാസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുകയും ചെയ്യും. അതുപോലെ മൂന്നാമത്തെ ടിപ്പാണ് സിംപ്ലിഫൈ യുവർ ലാംഗ്വേജ്. നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ശശി തരൂരിന്റെ ഇംഗ്ലീഷ് എന്നൊക്കെ പറയും. അതായത് കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എത്രത്തോളം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 5ാം ക്ലാസ്സുകാരന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ട് പറയും, അതുപോലെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാനായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ ഒരുപാട് പ്രൊഫഷണൽ രംഗത്ത് ക്ലാസ് എടുക്കുമ്പോൾ പോലും അദ്ദേഹം കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. പഴയൊരു വീഡിയോ ഉണ്ട് അബ്ദുൽ കലാം സാറിന്റെ. ഒരു കുട്ടി പറയുന്നുണ്ട് സാറിനോട്, സാർ മൈ ഇംഗ്ലീഷ് ഈസ് വീക്ക് എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവണം, അവർ പറഞ്ഞ നമുക്ക് മനസ്സിലാവണം. പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയി. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപാട് വലിയ വലിയ ലാംഗ്വേജ് ഇതൊന്നും വേണമെന്നില്ല എന്നാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചാൽ അത്രയും നല്ല കമ്മ്യൂണിക്കേഷൻ ആയി. നമ്മള് ഇപ്പോ
ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിലും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ആള് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അത്രത്തോളം നല്ല ഒരു ലീഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ ആളെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മള് 4ാമത്തെ പോയിന്റ് ആണ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നമ്മള് സെഷനിൽ ചോദിക്കുക. ഇപ്പോ ഒറ്റ ഇതിൽ ഉത്തരം പറയാവുന്നതിനപ്പുറത്ത് എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നതിനപ്പുറത്ത് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വിശദീകരിച്ച് പറയാവുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഒരു ക്വസ്റ്റ്യനിൽ ഉത്തരം പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വീണ്ടും അതിൽ കൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അപ്പൊ ഒരു ഇന്ററാക്ഷൻ നമ്മൾക്ക് അധികം ചെയ്യുമ്പോൾ അവിടെ നമുക്കൊന്ന് അങ്ങനെ നമുക്ക് അവിടെ ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അതല്ല നമുക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡാണ് കിട്ടുന്നത്. പിന്നെ പറയുന്ന കാര്യം പോസ് ഓപ്പൺ വൈൽ യു സ്പീക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സൈലൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സൈലൻസ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഓൾസോ. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു കാര്യങ്ങൾ സംസാരിക്കേണ്ട പെട്ടെന്ന് ഒരു സൈലൻസ് വന്നാൽ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരാണ്ട് എന്നുള്ളൊരു ഇതിൽ വരും. അപ്പോ അവിടെ സൈലൻസിന് ഒരു വലിയൊരു ഇതുണ്ട്. ഇറ്റ് ഗിവ്സ് ലിസണേഴ്സ് ബ്രെയിൻ ടൈം ടു അബ്സോർബ്. അപ്പോൾ സൈലൻസിന് ശേഷം വരുമ്പോൾ ആളുകൾ അത് കേൾക്കാൻ കാത്തിരിക്കും. അപ്പോ അതിനവിടെ വലിയൊരു പവറാണ്. നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിയുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റാണ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഇടയിൽ ഒരു സൈലൻസ് ഉണ്ടാവുന്നതും ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരു ഗ്യാപ്പ് വിട്ട് സംസാരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ 6ാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഇംപ്രൂവ് യുവർ വോക്കൽ ടോൺ. നമ്മളിപ്പോ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരേ ടോണിൽ സംസാരിക്കുന്നതിന് പകരം ഒന്ന് ചിലപ്പോ ചില ഭാഗങ്ങളിൽ കുറച്ച് സൗണ്ട് കൂട്ടി സംസാരിക്കുക, ചില ഭാഗങ്ങളിൽ സൗണ്ട് കുറച്ച് സംസാരിക്കുക, അങ്ങനെ പല ടോണ് ചേഞ്ച് ചെയ്ത് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരേ രീതിയിൽ കേൾക്കുന്നതിനപ്പുറത്ത് ഒരു അരോചകം ഉണ്ടാവില്ല. അവിടെ അവർക്കൊരു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. നമ്മൾ ഒരേ ഇതിൽ തന്നെ സംസാരിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ബോറടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ നമ്മള് സൗണ്ടിൽ മോഡുലേഷൻ കൊണ്ടുവരിക. അങ്ങനെ സൗണ്ടിൽ മോഡുലേഷൻ കൊണ്ടുവരുമ്പോൾ അത് കേൾവിക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അതൊരു ഈസി ആയിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടിപ്പ്, 7th ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് എംപതി ഇൻ യുവർ കോൺവെർസേഷൻ. അത് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു കോൺവെർസേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ അങ്ങോട്ട് പറയുന്നതിനപ്പുറത്ത് ആളുടെ ഫീലിംഗ് മനസ്സിലാക്കിയിട്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഫീലിംഗ് മനസ്സിലാക്കുക. പിന്നെ അവര് നമ്മളെ മനസ്സിലാക്കൊണ്ടുവന്നും വെൻ പീപ്പിൾ ഫീൽ അണ്ടർസ്റ്റുഡ് ദേ ഓപ്പൺ അപ്പ്. എമ്പതിയോടുള്ള സംസാരം പരിശീലിക്കുക. അങ്ങനെ ആവുമ്പോൾ ആളുകൾ നമ്മളായിട്ട് കൂടുതൽ എടുക്കാനും നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാനും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഒരു ടിപ്പ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പുണ്ട്. അതായത് നമ്മള് ഒരു
ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 30 ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊരു നോട്ട് തയ്യാറാക്കാം, ഒരു വീഡിയോ നോട്ട് തയ്യാറാക്കുക, വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വീഡിയോ കാണാതെ ഓഡിയോ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ എങ്ങനെയാണ് സമ്മതം അവതരിപ്പിച്ച രീതി എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്, അതിലെങ്ങനെയാണ് ട്യൂണ്, ഇതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ ഓഡിയോ ഓൺ ആക്കാതെ വീഡിയോ മാത്രമായിട്ട് കാണാം. അപ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ഐ കോണ്ടാക്ട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓരോ ദിവസം കഴിയുന്തോറും നല്ല മാറ്റം ഉണ്ടാവും. ഈ 30 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് അതിൽ നമുക്ക് അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നമ്മൾ ഓരോ വിഷയം പഠിക്കുക, അത് അവതരിപ്പിക്കുക, എന്നിട്ട് ഫോണ് അവിടെ കമഴ്ത്തി വെച്ച് അതിന്റെ ഓഡിയോ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഓൺ ആക്കിയിട്ട് കാണാം, അവിടെ സൗണ്ട് മ്യൂട്ട് ആക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ സൗണ്ട് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഇതിങ്ങനെ ഓൺലി ജസ്റ്റേഴ്സ് മാത്രമായിരിക്കും, നമ്മള് ബോഡി ലാംഗ്വേജിന്റെ ജസ്റ്റേഴ്സ്. അത് നമ്മൾ വാച്ച് ചെയ്യുക. അതിൽ നിന്നിട്ട് ഇപ്പൊ നമുക്ക് തോന്നും, നമ്മളെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവും, കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ബെറ്റർ ആയേനെ എന്നുള്ളൊക്കെ ഒരു ഓപ്ഷൻ വരുമ്പോൾ അത് നമുക്ക് നല്ലൊരു നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സക്സസ് ലൈഫിൽ, നമ്മുടെ കരിയർ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ പറഞ്ഞ വിട്ടുപോയത് ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഐ കോണ്ടാക്റ്റിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സോഫ്റ്റ് പോയിന്റ് ഉണ്ട്, അവിടെ നോക്കി സംസാരിക്കുക. അതായത് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള സ്ഥലം, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ലിപ്സിൽ നോക്കി സംസാരിക്കാം, ഫോർഹെഡിൽ നോക്കിയിട്ട് സംസാരിക്കാം. ഇതൊക്കെ മാറി മാറി സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കും നമുക്കും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല. ഐ കോണ്ടാക്ട് ഡയറക്റ്റ് അതിലോട്ട് മാത്രമാണെങ്കിൽ ചിലപ്പോൾ നമുക്കും അതൊരു പെട്ടെന്നൊരു കംഫർട്ട് തോന്നില്ല. അപ്പോ നമ്മളിങ്ങനെ ഈ കണ്ണുകളുടെ നടുവിലേക്കും ലിപ്സിലേക്കും ഫോർഹെഡിലേക്കും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കോൺവെർസേഷനിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു നല്ല രീതിയിൽ നമുക്ക് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ന് പറഞ്ഞ 7 ടിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇതുപോലെ നല്ല പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞ മൂവ്മെന്റിന്റെ കാര്യം, ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടേ, അപ്പൊ അങ്ങനെ ഞാൻ ഓഫ്ലൈന് അങ്ങനെ ഇപ്പൊ സെഷൻ പോലെ ക്ലാസ് ഹാൻഡ് റൈറ്റിങ്ങിന്റെ കോഴ്സ് പോലെ ഇങ്ങനെ ചെയ്യുന്നല്ലാണ്ട് ഇപ്പൊ ഒരു 1 ഡേ സെഷൻ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ പോവാറുണ്ടേ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് പ്രാവശ്യം പോയപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് ടൈം സംസാരിച്ചിരുന്നത് കേട്ടാ. അപ്പൊ എനിക്ക് അത്ര ഒരു നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇങ്ങനെ നിൽക്കാൻ സ്പേസും കുറവായിരുന്നു. അപ്പൊ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ
പറയേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. മൈക്കൊക്കെ അങ്ങോട്ട് മൂവ് ആക്കാനൊക്കെ പറ്റിയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഓടി നടന്നിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിരുന്നു. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി പോയി. അവരോട് തന്നെ ഒന്ന് സംസാരിക്കുമ്പോ നമുക്ക് എന്തോ വാക്കുകൾ കിട്ടാത്ത പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇത് എനിക്ക് എവിടെ നിന്നൊക്കെയോ കുറെ വാക്കുകളും ഒക്കെ വന്നിട്ട് എനിക്ക് ക്ലാസ് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി പോയി. അപ്പൊ അത് കറക്റ്റ് ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ആയിരിക്കില്ല, ഫിയർ ഉണ്ടാവും. അപ്പൊ മൂവ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല പോയിന്റ്. അതെ, തീർച്ചയായും. അപ്പൊ നമ്മള് പരമാവധി സ്പേസ് യൂസ് ചെയ്യുക. അപ്പൊ അത്രയും നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവലും കൂടും. ആളുകളായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. സജിന മാം. ഓക്കെ, ബോബി ചേച്ചി പറഞ്ഞോളൂ. പറയാം. സർ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താങ്ക് യു. പോയിന്റ്, എല്ലാ പോയിന്റ്സും 7 പോയിന്റ്സും വളരെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആക്റ്റീവ് ലിസണിങ് ആണ് കേട്ടോ. അതായത് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ടീച്ചേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാനിങ്ങനെ പതുക്കെ നേടിയെടുത്തൊരു കഴിവാട്ടോ ഈ ആക്റ്റീവ് ലിസണിങ്. നമ്മളത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ബെറ്ററായി ചെയ്യാമെന്ന് തോന്നുന്നു. അത്ര നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു വൺസ് മോർ. താങ്ക് യു മാം. മാഡം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടി കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് നല്ലൊരു പോയിന്റ് ആണ് മാം പറഞ്ഞത്. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ ടീച്ചേഴ്സിൽ തന്നെ എല്ലാ പണ്ടത്തെന്ന് പറയുമ്പോൾ നല്ല ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ഏത് മേഖല നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ആക്റ്റീവ് ലിസണിങ്. നമ്മൾ ജസ്റ്റ് ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ വളർത്തിയെടുക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പാർട്ടും അതാണ്. അങ്ങനെ ഉള്ളവരാണ് വിജയിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഏത് മേഖലയിലാണെങ്കിലും അവര് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആക്റ്റീവ് ലിസണിങ്, ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അതല്ലെങ്കിൽ അവരുടെ ഫീലിംഗ് മനസ്സിലാക്കുന്നു, അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. എനിക്കും മാം Good പറഞ്ഞ morning. പോയിന്റ് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഈ കുറെ മുമ്പെല്ലാം വർക്കിംഗ് ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിൽ നമ്മളെ സെഷൻ ഇതുപോലെ തന്നെ സെഷൻ എല്ലാം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനിടയ്ക്ക് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കും നമ്മൾ ചില ആളുകളൊക്കെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ആളെ മുഴുവൻ പറയാൻ സമ്മതിക്കില്ല. നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഞാൻ ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ആക്റ്റീവ് ലിസണിങ് വർക്ക് ചെയ്യുന്നത്. ആരാണോ സംസാരിക്കുന്നത് അയാളെ മുഴുവൻ പറയാൻ സമ്മതിക്കുക, അയാൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക, എന്നിട്ട് മുഴുവൻ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറുപടി പറയാം. അത് അത്യാവശ്യം നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പം അർച്ചന മാമാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ അർച്ചന മാം പറഞ്ഞ പോയിന്റിന് മറുപടി പറയാൻ എനിക്കിങ്ങനെ മുട്ടും. നമുക്കിങ്ങനെ മറുപടി പറയണം എന്ന് തോന്നും. പക്ഷെ പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ പോസ് ചെയ്യുക, ലെറ്റ് ദം കംപ്ലീറ്റ്. അവരുടെ ഭാഗം അവർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക. നല്ല സെഷനായിരുന്നു സാറ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. സ്റ്റീവ് ജോബ്സിൻ്റെ കാര്യം പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആളുകളെ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. അല്ലാതെ ഒരാൾക്ക് അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതൊന്നാമത്തേത്. രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാ വെച്ചാൽ, നമ്മൾ അറിവ് കൂടുന്തോറും നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും കൂടും എന്നുള്ളതാണ്. ഒരു മീറ്റിങ്ങിൽ ഓപ്പണായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സെഷനിൽ ചോദ്യങ്ങൾ ചോദിക്കണം, മറുപടി പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അറിവ് വേണം. അറിവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസും കിട്ടും. സോ വി ഇംപ്രൂവ് അവർ സെൽസ് ഡെയിലി. സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടും, നമ്മുടെ കോൺഫിഡൻസും കൂടും. താങ്ക്സ് അഗെയിൻ സർ. താങ്ക് യു റൌഫ് സാർ. എന്തായാലും സാറ് പറഞ്ഞ പോലെ ഒരുപാട് നല്ല പോയിന്റ്സ് ആണ് സാറും ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫവർ സർ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു.
കുറെ ബോഡി ലാംഗ്വേജസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്കംഫർട്ട് ആവുന്ന ഒരു ഏരിയ ആണ് ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെ. അത് ശരിക്കും നമ്മളെ ആ ഐ മൂവ്മെന്റ് ജസ്റ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചില സമയത്ത് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതെ. അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ട്. അപ്പോ ആ ഒരു ഒരാളുടെ ഫേസിന്റെ നമുക്ക് ഐയിൽ തന്നെ നോക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതെ. അതെ, ആ ഒരു ഫേസിന്റെ ട്രയാങ്കിൾ മോഡൽ സംസാരിക്കാന്ന് പറഞ്ഞത് കറക്റ്റ് ആ ഒരു ബോഡി ലാംഗ്വേജിന്റെ ഒരു ഇത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ബോഡി ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സജില മാം. ഹലോ സർ. പറഞ്ഞ ഹായ്. ഹലോ. യാ പറഞ്ഞു കേൾക്കാം. ഓഫീസർ പറഞ്ഞു. ഹലോ. ക്ലാസ് വളരെ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ. ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറേ പോയിന്റ്സ് പറഞ്ഞ് അതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സാറ് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. അബ്ദുൽ കലാം സാറിനെയൊക്കെ പറഞ്ഞു. അഞ്ചാം ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു കുട്ടിയോട് എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞു. അതിനെ ആസ്പദമാക്കിയാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ ഭാവത്തിലും അർത്ഥത്തിലും പറഞ്ഞു കൊടുക്കുക എന്നാണ് അല്ലെ. അത് അവർ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതേ മറുപടി വരാൻ നേരത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയം നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർ ആയെന്ന്. ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അത് അതേ ഭാവത്തിൽ ചെന്നെങ്കിൽ മാത്രമേ അവർ ഉത്തരം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരത്തുള്ളൂ, വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി. അപ്പം നമ്മുടെ മുമ്പിലുള്ള നമ്മളൊരു ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു ഏജിലുള്ളവരോടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല ഏജിലുള്ള ആൾക്കാരോടാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ആരാണോ ആ ഏജ് അനുസരിച്ച് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പൂർണ്ണതയുള്ളൂ. നമ്മളൊരു മുതിർന്ന ഒരാളോട് പറയുന്ന രീതി ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്ന എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കൂടെ കുട്ടികൾ വളരാറുണ്ട്. അപ്പം അവർക്ക് വേറെ ആൾക്കാരില്ലാത്ത ഈ ഗ്രാൻഡ് പേരൻസ് അവരുടെ ലെവലിൽ അല്ലെങ്കിൽ പേരൻസ് അവരുടെ ലെവലിൽ നിന്നായിരിക്കും കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഓരോന്നും അല്ലെ. അത് അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാകാനോ സാധിക്കാതെ പോകുന്നുണ്ട്. അതേ രീതിയിൽ അവർ വീണ്ടും ഒരു കോപ്പി ചെയ്യുന്നു. അതുപോലെ ആയിരിക്കും അവര് അവരുടെ ഏജിലോടോ അവരുടെ മുതിർന്നവരോടോ ഇടപെടുന്നത്. എവിടുന്ന് കിട്ടി? നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കും അതൊക്കെ കിട്ടുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളെ മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംസാരിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സാർ ഇവിടെ പറഞ്ഞ അബ്ദുൽ കലാം സാർ പറഞ്ഞു ആ കുട്ടികളുടെ ലെവലിൽ ഇപ്പൊ ഒരു നഴ്സറി ഒരു ടീച്ചർ BEd ടീച്ചറും ഒക്കെ ആണെങ്കിൽ ടീച്ചറിന്റെ ലെവലിൽ നിന്നല്ല കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ മേ ബി മൂവ്മെന്റ് ചെയ്യുന്നുള്ള ആക്ഷൻ കാണിച്ചും അല്ലെ ചെറിയ കഥകൾ പറഞ്ഞും കൊടുത്താണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് അത് അത്രയും വേണ്ട. അവരുടെ ലെവലിൽ കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതലായി മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. താങ്ക് യു. ഹലോ. അതെ, സാർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, പറഞ്ഞു. ഞാൻ അബിസാർ പറഞ്ഞ ഒരു പോയിന്റ് പറയാൻ പോയിരുന്നു. അപ്പൊ അബിസാർ പറഞ്ഞു ആക്ച്വലി നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ് ഓഫ് വ്യൂ, ഐ ഫോളോ യുവർ റീസണിംഗ് എന്ന് പറഞ്ഞ് അവരിലൂടെ മീൻസ് ഇൻവോൾവ് ആയി സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും എന്താവും മീൻസ് നല്ല ഒരു രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ബിൽഡപ്പ് ആവും. ഞാനത് ഇങ്ങനെ പറയണം വിചാരിച്ചപ്പോഴാണ് അത് അബിസാർ വേറെ ഒരു വേയിൽ പറഞ്ഞത് അറിയാം. ലൈക്ക് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം ഐ അപ്രീഷിയേറ്റ് ദ വേ യു ഹാവ് എക്സ്പ്ലെയിൻ ദാറ്റ്, ലൈക്ക് ദാറ്റ് നമുക്ക് അങ്ങനെയൊക്കെ പറയാലോ. എനിവേ താങ്ക് യു അബിസാർ ആൻഡ് ഫവാസ്, വെരി ഇൻസൈറ്റ്ഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലക്ഷ്മി. പിന്നെ ഇവിടെ നമ്മള് പണ്ട് മുതലുള്ള പ്രശ്നമാണ്.
നമ്മള് ചെറുപ്പക്കാരോടൊക്കെ പ്രത്യേകിച്ച് ഇത് പറയുമ്പോ പഴയ രീതിയിൽ നമ്മള് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശരിക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എങ്ങനെ പറയുന്നു എന്നുള്ളത്. അതാണ് നമ്മളുടെ പല സ്ഥലത്തും പറഞ്ഞ പോലെ എന്താ പറയാ, അവരെ കൺവിൻസ് ചെയ്യുക. ചെറിയ പുതിയ ജനറേഷന് നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരതിന്റെ കാര്യങ്ങൾ സഹിതം അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാന്നുള്ളത് ഒരു കാര്യമാണ്. അവരുടെ ഒരു ലെവലില് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ പോലെ നിസാർ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു. എന്തായാലും താങ്ക് യു സോ മച്ച് ലിഫ്ന മാം. കൂടുതൽ പോയിന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടാക്കിയിരിക്കും? ഇത് പറഞ്ഞപ്പോഴാണ് ഗോ ഹെഡ് ലിഫ്ന. ആരോ പറയണ്ടായിരുന്നു, അല്ല ആരോ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും നല്ലവണ്ണം വരണേന്ന് പറയും. പക്ഷെ പറഞ്ഞപ്പം വണ്ണം മാത്രം ഇത്തിരി എന്താ പറയാ കട്ടി കൂട്ടി പറഞ്ഞു. അപ്പം ആളുദ്ദേശിച്ചത് നല്ലത് വരണേന്നായിരുന്നെങ്കിലും കിട്ടിയത് നല്ല വണ്ണമായിരുന്നു എന്ന് പറയുന്നേക്കാം. അതുപോലെ പറയേണ്ടത് കൃത്യമായിട്ട് പറയാം. നമ്മുടെ മുമ്പൊരു വഹാബ് സാർ ഒരു ക്ലാസ് എടുത്തില്ലായിരുന്നു, ട്രാൻസാക്ഷൻ അനാലിസിസ്. അതിൽ പറയുന്ന ഒരു പോയിന്റാണ് ഈ പാരന്റൽ അഡൾട്ട് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. അപ്പം നേരത്തെ അബി സാർ പറഞ്ഞ കാര്യം, നമ്മൾ ഏത് ഈഗോ സ്റ്റേറ്റ് ആണ് പുറത്തെടുക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് സ്വിച്ച് ചെയ്യാൻ അറിയണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നന്നാവും. താങ്ക്സ്. ഗോ ഹെഡ് ലിഫ്ന മാം. താങ്ക് യു റോഫ് സർ. യുനോ നമ്മുടെ അതായത് നമ്മുടെ സിറ്റുവേഷൻസ് മീൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, ലൈക്ക് നമ്മുടെ തിങ്കിങ് ആണെങ്കിലും നമ്മളുടെ റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് ആണെങ്കിലും മാറാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുമ്പം അത് കുറച്ചുകൂടെ നമുക്കാണെങ്കിലും നമ്മുടെ ഒപ്പം ഉള്ളവർക്കാണെങ്കിലും കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പം നമ്മളുടെ ഒപ്പം ഉള്ളവരെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഈസി, യുനോ. അല്ലാതെ ഫവാസ് പറഞ്ഞത് ഓക്കെയാണ്, പക്ഷെ അതിൽ ഞാൻ ഈ ജസ്റ്റ് അബിസാർ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്തതാണെന്ന് മാത്രം. ലൈക്ക് നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ഓർ യുവർ പോയിന്റ് മേക്ക് സെൻസ്. അങ്ങനെ കുറച്ച് അവരിലോട്ട് ഇറങ്ങിയിട്ട് സംസാരിക്കുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ വിൽ ബി, അല്ലെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. ഹലോ സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ പറയാൻ വന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് സാർ പറഞ്ഞു. നമ്മുടെ ദാമ്പത്യത്തില് ഒട്ടുമിക്ക പ്രശ്നങ്ങളും 90% ദാമ്പത്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 90%-ലധികം ദാമ്പത്യത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാക്സിമം ഒരു അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടും മാക്സിമം പോയിക്കൊണ്ടിരിക്കുന്നു. പല ആളുകളും അവരുടെ മറ്റേ റീൽസ് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവരുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കത്ത് ഏറ്റവും കൂടുതൽ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ് കൂടുതലും അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരെ പേടിച്ച് അവരുടെ പറഞ്ഞത് കംപ്ലീറ്റ് അനുസരിച്ച് അങ്ങനെ ഇവർക്ക് പറയാനുള്ള ഒരുപാട് കാര്യം, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും അവരുടെ ഹസ്ബൻഡ്സിന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദാമ്പത്യത്തിലും കാണുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾക്ക് കൗൺസിലിങ്ങിന് വരുമ്പോഴൊക്കെ കൂടുതൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് ഹസ്ബൻഡിന്റെ ഇടയിലും. ഹസ്ബൻഡ്സും ഇതുപോലെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ആയിട്ട് അവരുടെ വൈഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവരൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് അങ്ങനെ കാണുന്നില്ലാത്തതാണ് കൂടുതലും ഒരു ദാമ്പത്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. ആക്ച്വലി ഈ കമ്മ്യൂണിക്കേഷനൊക്കെ എനിക്ക് ദാമ്പത്യത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മള് ഇംഗ്ലീഷിനെ നമ്മൾ ഒരുപാട് ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരുപാട് ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ആക്ച്വലി ഏതൊരു ലാംഗ്വേജിന്റെ ബേസിക് വരുന്നത് അത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ ഭാഷയും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്.
അത് അതിൽ ഗ്രാമർ പേടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മള് അത് ഗ്രാമറിനൊക്കെ ഇംഗ്ലീഷിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളുകൾ ഗ്രാമർ കൊണ്ടാണ് പേടിക്കുന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുന്നത് ശരിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ വെച്ചിട്ടാണ് നമ്മളെ പഠിക്കാനായിട്ട് പഠിപ്പിച്ചത്. ആ ലാംഗ്വേജ് പഠിക്കാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് മറ്റേ ഗ്രാമർ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊരു ലാംഗ്വേജും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഗ്രാമറിന് അവിടെ യാതൊരു പ്രസക്തി ഇല്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ വാക്കുകളൊക്കെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റാതൊക്കെ കറക്റ്റ് തിരിച്ചു പഠിക്കുക. അതിപ്പോ നമ്മള് ഏതൊരു കുട്ടിയും നമ്മൾ സ്റ്റാർട്ടിങ് വരുമ്പോ ഇപ്പോ ഒരു സാധനം ആവശ്യത്തിന് ഉണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ കൈ നീട്ടി താ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് നമ്മള് ആ സാധനം കൊടുക്കുന്നുണ്ട്. അവൾ അത്ര മനസ്സിലാക്കിയിട്ടുണ്ട് ആ കുട്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നീട് അവൾ വളർന്നു വരുമ്പോഴാണ് അതെനിക്കിതായോ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയും കൂടെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും എന്നുള്ളത് കൂടി ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക്സ് അഗൈൻ. താങ്ക് യു അൻസാർ സാർ. എന്തായാലും അൻസാർ സാർ ഇവിടെ ഒരുപാട് പോയിന്റ്സ് ആഡ് ചെയ്ത് നമ്മളെ ദാമ്പത്യ ജീവിതത്തിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് വലിയ വലിയ പ്രശ്നങ്ങൾ. ഇപ്പൊ അടുത്തിടെ കണ്ട ഒരു സാധനമുണ്ട്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഇതുണ്ട്, ലെവലുണ്ട്. ഇപ്പൊ പൈലറ്റിന് തോന്നുന്നു കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് മാറ്റം വരിക എന്ന് തോന്നിയാൽ അത് ഓരോ ഉയരത്തിലെത്തും തോറും അതിന്റെ ഗ്യാപ്പ് കൂടി കൂടി വരും. അത് അതിന്റെ ഡെസ്റ്റിനേഷൻ തന്നെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചെറുത് എന്ന് വിചാരിക്കുന്നത് ചെറുത് മാറി വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് ഭാവിയിൽ വരുന്നതാണ്. അങ്ങനെ പിന്നെ അതുപോലെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഏത് കാര്യം നമ്മൾ അറിയാത്തതാണ് നമ്മൾ പഠിക്കുക. അപ്പോ ഒരു ബേബി സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ ലൈഫിൽ പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു മനസ്സുണ്ടായാലും നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും കഴിയും എന്നുള്ളത് കൂടി പറയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ. പിന്നെ സാർ പറഞ്ഞല്ലോ ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷന്റെ കോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർട്ട് ബീറ്റ് ഓഫ് ഹ്യൂമൻ കണക്ഷൻ ആണല്ലേ. ലൈക്ക് നമ്മളുടെ ആ ഒരു വേർഡ്സ് ക്യാരി ഇമോഷൻസ്, ദ ക്യാൻ ഹീൽ അവർ ഹാർട്ട്. നമ്മുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യാനുള്ള ആ ഒരു പവർ നമ്മളെ കമ്മ്യൂണിക്കേഷൻസിനുണ്ട് അല്ലേ. ലൈക്ക് അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു കൈൻഡ് വേർഡ് നമ്മൾ ഒരാളുടെ അടുത്ത് ഹേർട്ട് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞാൽ അവർക്കതെന്താവും, ഹീലാവും, അവരുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും. അതെനിക്ക് തോന്നി ഒന്ന് ആഡ് ചെയ്യണം. താങ്ക് യു ലിഫ്ന മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. അപ്പോ പറയാൻ തോന്നിയൊരു കാര്യമാണ്, നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ലീഡ് ചെയ്യുന്ന ഒരാളുടെ കഴിവിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കണമെങ്കിൽ അവരെ ലീഡ് ചെയ്യുന്ന ഒരാളുടെ കഴിവ് തന്നെയാണ്. അതുപോലെ ഞാൻ സാറിന് ക്ലാസ് എടുക്കണം, സാർ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ ഒക്കെ നമുക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നും. മറ്റൊരാളെ പേടിക്കാൻ, നമുക്ക് ശരിക്കും കമ്മ്യൂണിക്കേഷൻ വരാത്ത നമ്മുടെ മനസ്സിൽ പേടിയുള്ളത് കൊണ്ട് എന്താ പറയുക, അവരെന്താ ചിന്തിക്കുക എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതൊക്കെ മാറുന്നത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ലീഡ് ചെയ്യുന്ന ഒരാളുടെ കഴിവ് തന്നെയാണ്. സാറിൻ്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ സാറ് പറഞ്ഞൊരു കാര്യം സാറെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചെറിയ മോന് ഇവിടെ സംസാരിക്കുമ്പോൾ അവനെല്ലാവരും ബഹുമാനത്തോടെ ഉമ്മച്ചി അല്ലെങ്കിൽ എല്ലാവരും ഉമ്മ എന്നൊക്കെ വിളിക്കും. പക്ഷേ നമ്മളോട് പറയുമ്പോൾ നിങ്ങളെവിടെയൊന്നും പറയില്ല. ഇനി എവിടെ പോയി എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ അവരോട് എന്താണോ ചോദിക്കുന്നത് അത് തന്നെ അവർ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബഹുമാനത്തോടെ അവരോട് സംസാരിക്കുമ്പോഴേ തിരിച്ചവരും അതേ രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിക്കുള്ളൂ. ഈ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു സാറിൻ്റെ ഇത് കേട്ടപ്പോൾ. അപ്പോൾ താങ്ക് യു. താങ്ക് യു മാം. ഏതായാലും നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മളൊരു റെസ്പെക്ട് കൊടുത്ത് അവരുടെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് അവരെ ഡെവലപ്പ് ചെയ്യാനും അതൊരു വലിയൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അർച്ചന മാം ഉണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ഞാൻ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ നോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ ആ ടോപ്പിക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാനിവിടുന്ന് ആവേശം കൊള്ളാം. നമ്മൾ പറയാമെന്ന് വിചാരിച്ച കാര്യം ദേ അവരുടെ മൈൻഡിൽ അത് ഓടിയല്ലോ എന്നുള്ളത്. അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് മൂവ്മെന്റിന്റെ കാര്യം പറയാനുണ്ട്. മൂവ്മെന്റിന്റെ കാര്യം ഇപ്പം സജന മാം പറഞ്ഞു, ഓടി നടന്നപ്പോൾ നമുക്കും ഒരു ടെൻഷൻ കുറയും, നമുക്കൊരു എനർജി റിലീസ് ചെയ്യാൻ പറ്റും, നമുക്കും ഒരു കോൺഫിഡൻസ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് എടുക്കുന്നവിടെ ബാക്കിലൊക്കെ പിള്ളേരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തമ്പുരാന് മാത്രം അറിയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താലാണ് ഇവർക്ക് ഈ ക്ലാസ് കേൾക്കാൻ ഇങ്ങോട്ടേക്ക് എന്താ പറയുക ഉണർന്നു വരുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് മൂവ്മെന്റിന്റെ കാര്യമല്ല. അപ്പൊ അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സസിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ക്ലാസ് എടുക്കുന്ന ആളുകൾ റിവോൾവിംഗ് ചെയറിലിരിക്കും. റിവോൾവിംഗ് ചെയറിൽ ഇരുന്നിട്ട് ഈ സംസാരിക്കുന്ന വാക്കുകളെക്കാൾ കൂടുതൽ പ്രാവശ്യം ആ ചെയറിൽ ഇരുന്ന് ഇങ്ങനെ ആടും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മൂവ്മെന്റ് നല്ല കാര്യം തന്നെയാണ് ക്ലാസ് എടുക്കുമ്പോൾ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട്, ഒരു സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളിങ്ങനെ 100,000 പ്രാവശ്യം പറയുന്ന എല്ലാത്തിനും ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ലാസ് കേൾക്കുന്ന ആൾക്ക്, ഞാനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു ക്ലാസ് ഓഫ് ചെയ്ത് പോവാം. അതിൽ എന്ത് കണ്ടന്റ് ആണെങ്കിലും വേണ്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. ഞാനിത് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ട്രെയിനേഴ്സും ക്ലാസ് എടുക്കുന്നവരാണല്ലോ. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും, ഉറപ്പാണ്, ഡെഫിനറ്റ് ആണ്. ഒരു പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവനവന്റെ സ്ട്രെസ് കുറയ്ക്കാനും കോൺഫിഡൻസ് ഉണ്ടാവാനും ഒക്കെ ആയിരിക്കാം ഇളകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ ആ ലിമിറ്റഡ് സ്പേസിൽ ഇളകുന്നത് ഭയങ്കര മോശമാണ്. അതാണ് ഞാൻ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞത്. നമ്മൾ എവിടെ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതും നമ്മൾ അറിയണം. നമ്മൾ പറയില്ല ഞാൻ ഭയങ്കര ഹാപ്പി പേഴ്സൺ ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് മരണം വീട്ടിൽ പോയി ചിരിക്കാൻ പറ്റുമോ? അതുപോലെ എവിടെ മൂവ്മെന്റ് വേണം, ഏത് ഭാഗത്താണ് മൂവ്മെന്റ് വേണ്ടതെന്നുള്ളത് ഡെഫിനറ്റ്ലി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് എനിക്ക് അഭിസാറ് പറഞ്ഞതില് ഈ ഗ്രാൻഡ് പാരൻസും അവരിവരും പറയുമ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതില് ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലേക്ക് അഭിസാർ ആ കാര്യം പറയുമ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവള്ളിന്റെ ഇതാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അല്ലേ, ശോഭന ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായി മാറാനുള്ളതിന്റെ ഒരു ബേസ് കോർ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത്, അപ്പാർട്ട് ഫ്രം അതിലെ സയന്റിഫിക് കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട് ഞാൻ പറയാണ്, കുട്ടിക്കാലത്ത് കേട്ട കഥകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ചിന്തകൾ വന്നേ എന്ന് പറയുന്നുണ്ട് അതിൽ. ദാറ്റ് ഇസ് സിമ്പിൾ അല്ലേ. നമ്മൾ കുട്ടികളിൽ പൊതുവെ കാണാറുണ്ട്, ഈ ഏജ് ഓൾഡ് പാരൻസിന്റെ കൂടെയൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഹൈ ലെവലിലാണ്. ഹൈ ലെവൽ ഇൻ ദ സെൻസ് വലിയവരും മുതിർന്നവരോടും പറയുന്ന പോലെ പറയുക. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ചെറിയ വായിൽ വലിയ വർത്താനം നമ്മൾ കുട്ടികളെ കുറ്റം പറയും. പക്ഷെ എന്താ ചെയ്യുക, കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കേൾക്കുന്നതാണ് അവര് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളോട് പറയുന്ന ഒരുപാട് കഥകൾ, ഈ കഥകളിലൊന്നും റിയാലിറ്റി ഇല്ലാത്ത, പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസം ജനിപ്പിക്കുന്ന ഒരുപാട് കഥകൾ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചൊവ്വ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് നമ്മളിലേക്ക് ഭയം ജനിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മളൊക്കെ ഇപ്പം കുട്ടിക്കാലത്ത് പറയും, അതായത് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി അഴിച്ചിട്ടിട്ട് നടക്കരുതെന്ന്. മുടി അഴിച്ചിട്ടിട്ട് ഒന്നും സംഭവിക്കാനില്ല. പണ്ടത്തെ കാലത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടിയൊക്കെ വീണ കാണൂല. അന്നൊന്നും കറണ്ട് ഇല്ലല്ലോ. അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ പറയും, ഇരുട്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അത് പൊന്തക്കാടായിരിക്കും, അങ്ങോട്ട് പോയാൽ പാമ്പും കടിക്കും. സോ ഇതെല്ലാം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് തിങ്സ് വരും കാലങ്ങളിലും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പം മുതിർന്നു വരുമ്പോഴും കുറെ പേരൊക്കെ റിയലൈസ് ചെയ്ത് മാറും. പക്ഷെ കുറെ പേരൊക്കെ അതേ പഴങ്കഥകളിൽ ജീവിക്കുന്ന ആളുകളാണ്, ആ പഴയ തോട്ട്സിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വ്യക്തികൾ അനുസരിച്ച് മാറണം, ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് മാറണം, സിറ്റുവേഷൻ അനുസരിച്ച് മാറണം. ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ട് തന്നെയാണ്. നമ്മൾ ചിലപ്പോഴും നിനക്ക് സംസാരിക്കാൻ അറിയില്ല, സംസാരിക്കാൻ പഠിക്കണം എന്ന് പറയും. അത് ഡെഫിനറ്റ് ആണ്, സംസാരിക്കാൻ പഠിക്കുക തന്നെ വേണം. ഒരു കാര്യം കൂടി ലാസ്റ്റ് ആഡ് ചെയ്തോട്ടെ, ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഗ്രാമർ കാര്യങ്ങളിലൊക്കെയാണ് ഭയങ്കര എംഫസിസ് കൊടുക്കുന്നതെന്ന്. എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി. ഒരു പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹിന്ദിയിൽ കുറച്ച് കാര്യം എനിക്ക് പറഞ്ഞു തരുമോ, എനിക്ക് നാളെ അത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇതിനെന്താ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ രസകരമായ ഒരു സംഭവം, നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് അല്ലേ, നമ്മൾ കുളമായി തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, മറ്റുള്ളവർ പറയാൻ അറിയാം. പക്ഷെ വി യൂഷ്വലി ഐ യൂഷ്വലി നെവർ
റെഫർ ടു ഓൾ കൈൻഡ് ഓഫ് ഗ്രാമർ. എനിക്ക് എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഗ്രാമറിന് കൊടുക്കില്ല. ഗ്രാമറിനെ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് സംസാരിക്കാനും പറ്റില്ല. സോ ഈ ലേഡിക്ക് ഞാൻ ഒരു പാരഗ്രാഫ് പോലും ആയിക്കോട്ടെ കംപ്ലീറ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് അവിടെ മേ അല്ലേ, അവിടെ ഹും അല്ലേ, ബിക്കോസ് അവര് ഗ്രാമർ അരച്ച് കലക്കി കുടിച്ചൊരു ലേഡിയാ. പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അവർക്ക് ധൈര്യമായിട്ടൊരു 2 മിനിറ്റ് പോലും ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ദിസ് ഇസ് ദ സെയിം ഫോർ എനി ലാംഗ്വേജ്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ചിലവരെയൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ ദിസും ദാറ്റും വോട്ടും പോയതാ. പക്ഷെ ഈ പറയുന്ന ആൾക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു 2 സെന്റൻസ് ഇപ്പോൾ ഒരാൾ വന്നാൽ സംസാരിക്കാൻ പറ്റും. എന്താ പറയുക, സംസാരിക്കുന്ന മുമ്പ് തന്നെ തലച്ചോറിൽ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ്, ഇവിടെ ഇസ്സാണോ ദാറ്റാണോ വോട്ട് പറയണോ കറക്റ്റ് ആവുമെന്ന്. അപ്പൊ ആ ഒരു തോട്ട് കളയാത്തിടത്തോളം കാലം ഏത് ലാംഗ്വേജിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതൊക്കെയാണ് എനിക്ക് ക്ലാസ് കേട്ടപ്പോൾ പറയണം തോന്നിയ കാര്യങ്ങൾ. കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ സമയം ഒരുപാടായി. എന്നെ വെട്ടിക്കുന്ന സമയം ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു എതിരാളി വേണ്ടാന്ന് വിചാരിച്ച് നമുക്ക് നിർത്താം അല്ലേ? എന്തായാലും താങ്ക് യു അതെ. അർച്ചന മാം. നോട്ട് ആ ദ പോയിന്റ് ആണ്. മൂവ്മെന്റിന്റെ കാര്യം അതെ. പറഞ്ഞതേ, ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞ എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഈ നമ്മള് ഇപ്പൊ ഈ ഫവാസ് സാർ ഇരിക്കുന്നത് കണ്ടില്ലേ, അരയുടെ മുകളിലേക്കേ നമുക്ക് കാണുന്നുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കയ്യും കാണുമായിരിക്കും. പക്ഷെ ചില ആളുകൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പം ചെയറും കാണാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാം, അങ്ങനെയൊക്കെയാണ് ഇരിക്കുക. ഫവാസ് സാർ ഇരിക്കുന്നത് കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞേ, നീ മാറ്റാൻ നിൽക്കണ്ട. അല്ല അപ്പൊ ബാക്കിൽ അഴയിലുള്ള തുണിയും കാണാം. തുണി കാണാം. അപ്പൊ നമ്മുടെ ഫോക്കസ് മാറുകയാണ്. അതുപോലെ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് വന്ന് ഒരു പ്രാവശ്യം ഞാൻ സായർ സാറിന്റെ ക്ലാസ്സാണെന്ന് തോന്നുന്നു ശ്രദ്ധിച്ച. സാറ് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണല്ലോ. സാർ കൈ കൊണ്ടാണ് ആക്ഷൻ കാണിക്കാം, ബാക്കി ഭാഗങ്ങളൊന്നും മൂവ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറില്ല. അപ്പം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളൊക്കെ പുതിയ ആളുകളായത് കാരണം നമുക്കറിയാം, പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ. പിന്നെ ഇപ്പോൾ ഈ അർച്ചന മാം പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ കാര്യം, എനിക്ക് തോന്നുന്നത് നമുക്ക് പൊതുവിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും നമ്മൾ. അപ്പോഴാണ് വാക്കുകൾ മുറിഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് ചിന്തിക്കാനൊരു ടൈം വേണം, എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് ഭാഷയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഭാഷയിൽ തന്നെ ചിന്തിക്കാനും നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഫില്ലേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് അതുപോലെ ആക്ച്വലി യുനോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ എടുക്കുന്ന ടൈമാണ്. എന്തായാലും വീണ്ടും നല്ല സെഷൻ, എല്ലാവരും നല്ല പോയിന്റ്സ് ആഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ലാസ്റ്റ് ഒരു ഇനി പോയിന്റ് കൂടെ താങ്ക് യു. പറഞ്ഞു. അതെ, പറഞ്ഞു. സാർ സജിന മാം പറഞ്ഞല്ലോ, പറഞ്ഞു. നമ്മള് സംസാരിക്കണതിന്റെ ഇടയിൽ പോസ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. ആദ്യമൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും പറയുന്നു ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ തന്നെ കുറേ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഒന്ന് ചെറിയൊരു കൺട്രോളിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് പിന്നെ വേഗം അടുത്ത സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു പോകും. അത് ഒരു എനിക്ക് അറിയുന്നില്ല, അത് ആൾക്കാർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും ക്ലാസ് ഒക്കെ നന്നായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ എനിക്കത് മാറ്റാനായിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ശീലിച്ചായിരുന്നു കൊണ്ടേ. എന്നാൽ ആദ്യത്തെക്കാളൊക്കെ കുറെ കൺട്രോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു പോയിന്റ് ഭയങ്കര ഓർമ്മപ്പെടുത്തലാണ്, ഇടയ്ക്ക് പോസ് ചെയ്യാന്നുള്ളത്. അതെ, ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ സാറ് പറഞ്ഞതിൽ ഒരു ടിപ്പ് പറഞ്ഞല്ലേ, നമ്മുടെ തന്നെ ക്ലാസ് കേൾക്കുക എന്നല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നതിന് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. എനിക്ക് എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് നമ്മൾ പോയിട്ട് ക്ലാസ് കേൾക്കുന്നത്. എന്തായാലും സാറ് പറഞ്ഞതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓഡിയോ മ്യൂട്ടാക്കിയിട്ട് വീഡിയോ മാത്രം കാണുക, അതുപോലെ വീഡിയോ ഇല്ലാതെ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ, എന്നാലല്ലേ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതായിരിക്കും. അത് പറ്റുള്ളൂ. നമ്മൾ കുറേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക് സിമ്പിൾ ആയിട്ട്, ഇപ്പൊ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മളിങ്ങനെ ജസ്റ്റ്, അല്ലാണ്ട് വലിയൊരു ടോപ്പിക് എടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്ത് നോക്കണം. 5 മിനിറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ ആദ്യം അതിന്റെ ഓഡിയോ മാത്രം കേൾക്കാം, പിന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, നമ്മുടെ ബോഡി ലാംഗ്വേജും അറിയാൻ പറ്റും, നമ്മുടെ സംസാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അറിയാൻ പറ്റും. അതെ. നല്ലൊരു ഞാൻ പണിയാണ്.
കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് മറ്റേ നമ്മുടെ വിമ്പിളിന്റെ ക്ലാസ്സിന്റെ, എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത്. എനിക്ക് തന്നെ എന്തോ ഒരു ഓക്വാർഡ്നെസ് ഫീൽ ചെയ്യാം. ഓക്കെ, അതെ, ഞാനൊരു കാര്യം കൂടി പോയിന്റ് ആണ് പറഞ്ഞോട്ടെ. പറഞ്ഞത്. വേറൊന്നല്ല, ആ, ഇപ്പൊ എല്ലാത്തിനും ട്രോളുള്ള കാലമല്ലേ. ഇപ്പൊ അർച്ചന മാം പറഞ്ഞു ക്ലാസ് എടുക്കുന്ന ആൾക്കാരുടെ വീട്ടിലെ ബാക്കിൽ തുണി കാണും. വീട്ടിൽ തുണി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് ഒതുക്കി വെക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ബ്ലർ എങ്കിലും ആക്കാലോ. ബ്ലർ ആക്കിയിട്ടെങ്കിലും ക്ലാസ് എടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുള്ളതാണ് ഈ ബുദ്ധിമുട്ട്. നിങ്ങളാണ് മറ്റൊരാളുടെ ക്ലാസ് ഇത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ പോംവഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. സൊല്യൂഷൻ കണ്ടെത്താത്തതിന്റെയാണ് പ്രശ്നം. പല ആളുകളും ഇത് പറയുമ്പം തെറ്റിദ്ധരിക്കും, നമുക്ക് അത്ര സൗകര്യമുള്ളൂ, നമുക്കും അങ്ങനെയല്ലേ ഇങ്ങനെ. എല്ലാം ശരിയാണ്, എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യമുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോ എന്തായാലും അർച്ചന മാം താങ്ക് യു. ഒരുപാട് നല്ല പോയിന്റ്സ് ആണ് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചതിൽ ഒരുപാട് താങ്ക്സ് പറയാം. ആസ് ഓൾവേസ് പറഞ്ഞ പോലെ ഞങ്ങളെ 21st ബാച്ചിലെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വോയിസ് ഇടാനും ക്ലാസ് എടുക്കാനൊക്കെ പിന്നിൽ നടന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന മാം, ഇപ്പൊ എൻ്റെ ഒരു ചെറിയ ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞാല് എത്ര പറഞ്ഞാലും സാറേ മതിയാവില്ല. ഇത് അതെ, അർച്ചന മാം സീറ്റിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? മേളില് ഓടാണോ അതോ ടെറസാണോ വീട്? ടെറസാണ്. അല്ല, പോയി വല്ലാണ്ട് ഇരിക്കാൻ അല്ല, മനസ്സിൽ ഞാൻ എങ്ങനെ ഇവൻ ഇത് ഇവൻ വല്ലാണ്ട് അങ്ങ് ഓവറാക്കുന്നുണ്ടോ ഇത് എന്നൊരു കാശ് കൊടുത്ത് സംശയം. ചെയ്യിക്കുന്നതാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല, വിളിച്ച്, അതായത് ട്രൗസറെ നമ്മൾ പറയില്ലേ, വിളിച്ച് വരുത്തി നാണം കെടുത്താന്ന്. വെറുതെ കടന്നുറങ്ങണ എന്നെ മാം ക്ലാസ്സിൽ കയറണം, മാം ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് തിരുത്തിയിട്ട് ഇങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല കേട്ടാ. ഇനി എങ്ങാനും ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞിട്ടേ ഞാൻ നാട്ടുകാരെ മുമ്പിൽ നാണം കെടുത്ത. ഒരു അബദ്ധം പറ്റിയതാണ്, നാട്ടിക്കരുത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? എന്റെ ട്യൂഷന്റെ ടൈം ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട്. അതെ അതെ അതെ, താങ്ക് യു. നടക്കേണ്ടി വരും വീട്ടിൽ ആൾക്കാർ. ഓക്കെ, ബൈ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. Thank you, sir.